13ാം സഭയുടെ 14ാം സമ്മേളനത്തിന്റെ 2ാം ദിനം ബഹളത്തോടെ തുടക്കം. ഈ സഭാ സമ്മേളനം എങ്ങനെയായിരിക്കും എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു ബഹളങ്ങൾ. ശബരിമല വിവാദം സഭയിൽ എത്തിയ ദിനം. ആക്രമണത്തിന് മൂർച്ച കൂട്ടാനൊരുങ്ങി പ്രതിപക്ഷം. പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച ഭരണപക്ഷം. അതിനിടയിൽ കറുപ്പെടുത്ത് വിരിയുന്ന പുതിയ സഖ്യങ്ങളും. സംഭവ ബഹുലമായിരുന്നു സഭാദിനം. കറുപ്പണിഞ്ഞ് കൂറു പ്രഖ്യാപിച്ച് ആചാരവിശ്വാസ പോരാട്ടത്തിന് സഭയിലെത്തിയ PC ജോർജ് ആയിരുന്നു തുടക്കത്തിലെ ആകർഷണം. ഡ്രസ് കോഡിന്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസ സംരക്ഷണം. എന്തുതായിരിക്കും വേഷം? ശബരിമല വിശ്വാസ സംരക്ഷണം പറഞ്ഞാൽ ഹൈന്ദവ, ഇസ്ലാം, ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ആചാരങ്ങളെ തകർക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കത്തിനെതിരാണ് ശക്തമായ പോരാട്ടം. അതിന് ഭാഗമാണ്. ഒരു മതമല്ല, മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളെ തകർക്കാൻ ആരറിയാലും അതിനെതിരെ ശക്തമായി പോരാടും. ആരൊക്കെ സഹകരിക്കും അവരൊക്കെ സഹകരിപ്പിച്ച് പോരാട്ടമാണ്. അതിന്റെ ഭാഗമാണ്. കറുപ്പ് ഷർട്ടിട്ട PC ജോർജിന് കറുപ്പ് ജുബ്ബയിട്ട O രാജഗോപാലിന്റെ ഐക്യദാർഢ്യം. പുതിയ സുഹൃത്തുക്കളായി പറഞ്ഞുറപ്പിച്ചതുപോലെ കറുത്ത ജുബയിൽ O രാജഗോപാൽ. ആചാര സംരക്ഷണത്തിനായി സഭയിൽ ഇനി ഒരുമിച്ചെന്ന് പ്രഖ്യാപനം. പിന്നീട് ശബരിമല സംരക്ഷിക്കുക എന്ന പോസ്റ്റർ രാജഗോപാലിൽ നിന്ന് ഏറ്റുവാങ്ങി PC ജോർജ്. പോസ്റ്ററുമായി തിരിഞ്ഞപ്പോൾ മുന്നിൽ കറുത്ത ഷർട്ടിട്ട റോഷി അഗസ്റ്റിൻ. പഴയ ആശാനും ശിഷ്യനും കൈകൊടുത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ പിന്നിൽ മറ്റൊരാൾ. N ജയരാജ് MLA കറുത്ത ഷർട്ടിൽ വെള്ള വര കൂടി ഉണ്ടായിരുന്നു എന്നൊരു വ്യത്യാസമുണ്ട്. കറുത്ത ഷർട്ടിട്ട് വന്നവരും കറുപ്പിൽ വെളുത്ത വരയുള്ള ഷർട്ടിട്ട് വന്നവരും ഒക്കെ ഈ PC ജോർജ് പ്രഖ്യാപിച്ച പുതിയ ബ്ലോക്കിന്റെ ഭാഗമാണോ എന്ന് പലരും ഇവിടെ തമാശ പറയുന്നത് കേട്ടു. അതിനിടെയാണ് KM ഷാജിയുടെ വരവ്. പതിവില്ലാത്ത വിധം ജീൻസും നീല ഷർട്ടും. സുപ്രീം കോടതിയിൽ നിന്ന് സഭയിൽ കയറാനുള്ള അനുമതിയുമായി വിമാനമിറങ്ങി നേരെയുള്ള വരവാണ്. വിവിധ വേഷങ്ങളിൽ പരസ്പരം കൈകൊടുത്ത സഭാംഗങ്ങൾ. ബെല്ലോടുകൂടി അതത് ഇരിപ്പിടങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓർഡർ ഓർഡർ. സഭ തുടങ്ങിയതോടെ ഇത്രയും സമയമുണ്ടായിരുന്ന സൗഹൃദഭാവം മാറി. ഇനി പോരാട്ടം. എല്ലാ മുഖത്തും രൗദ്രഭാവം. പ്രതിഷേധിക്കാൻ കറുപ്പെടുത്ത് എത്തിയവർക്ക് അവസരം ലഭിക്കുന്നതിന് മുന്നേ UDF അംഗങ്ങൾ പ്രതിഷേധം തുടങ്ങി. പ്ലക്കാർഡുകളും ബാനറുകളുമായി തയ്യാറായി എത്തിയ UDF ശബരിമല പ്രശ്നം ഏറ്റെടുത്ത നടുത്തളത്തിലേക്ക്. ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ പ്രതിഷേധം തുടങ്ങി. എന്തിനാണ് ഈ പ്രതിഷേധം എന്ന കാര്യത്തിൽ കണ്ടിരിക്കുന്നവർക്കും ഒരു പരിധിവരെ പ്രതിഷേധിക്കുന്നവർക്കും കൺഫ്യൂഷൻ. എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ശിവകുമാർ. ആ സമയത്ത് അതും പരിഗണിക്കില്ലേ? എന്താണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു കാരണം? എന്താണ് നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അങ്ങേക്ക് അവസരം തരാം. മുഖ്യമന്ത്രിയുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് പോരെ സർ? മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് തരാം. അദ്ദേഹത്തിന്റെ ഉത്തരമായിട്ട് അങ്ങേക്ക് തരാം. മുഖ്യമന്ത്രി ഉത്തരം പറയണേ. ബഹുമാനപ്പെട്ട ഉത്തരം പൂർത്തിയായത് അങ്ങേക്ക് തരാം. ശബരിമല വിഷയം ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യത്തിൽ തുടങ്ങി പിന്നീട് കാര്യങ്ങൾ എങ്ങോട്ടൊക്കെയോ പോയി. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങൾ ഏറെയും പ്രതിപക്ഷ അംഗങ്ങളുടേതായിരുന്നു. ചോദ്യവും ഉത്തരവും വായിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ക്രൗഡ് ഫണ്ടിംഗ് പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ നൽകുന്ന സംഭാവനകൾക്ക് 80G വകുപ്പ് പ്രകാരമുള്ള ആദായ നികുതി ഇളവ് ലഭിക്കുന്നതുമാണ്. എല്ലാം പ്രളയാനന്തര നടപടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. സ്പീക്കറുടെ ചുറ്റും മുദ്രാവാക്യം കൊണ്ട് കോട്ട കെട്ടി പ്രതിപക്ഷം നിൽക്കുമ്പോൾ 3/4 മണിക്കൂറോളം
മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള ഉത്തരങ്ങൾ. അവിടെ വീട് പുനർനിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ച്, വെള്ളപ്പൊക്കം എന്നിവ ബാധിക്കുമെന്ന് വ്യക്തമായ സ്ഥലങ്ങളിൽ വീടുകൾ പുനർനിർമ്മിക്കാൻ കഴിയില്ല. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി ഇത്തരം ആൾക്കാരെ കണ്ടെത്തുന്നതിനുള്ള വിശദമായ സർവേ. ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി 3/4 മണിക്കൂർ സംസാരിച്ചു എന്നതായി അടുത്ത വിവാദം. ബഹുമാനപ്പെട്ട സ്പീക്കർ, നിങ്ങൾ സീറ്റിലേക്ക് പോകും. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഈസ് ദിസ് ദ വേ ടു കണ്ടക്ട് ദ ഹൗസ്? ഈസ് ദിസ് ദ വേ ടു കണ്ടക്ട് ദ ഹൗസ്? The chief minister has taken more than 45 minutes to answer a question. What is this, sir? ഇത് ശരിയാണോ? ഈ നടപടി ശരിയാണോ? 45 മിനിറ്റ് എടുത്തു മുഖ്യമന്ത്രി ഉത്തരം പറയാൻ. ഞങ്ങൾക്ക് സർ ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, എനിക്ക് പറയാനുള്ള കാര്യം, ചോദ്യോത്തര സമയം സസ്പെൻഡ് ചെയ്തുകൊണ്ട് അടിയന്തര പ്രമേയം എടുക്കണമെന്നായിരുന്നു എന്റെ ഡിമാൻഡ്. അങ്ങനെ പറയാൻ അനുവദിച്ചില്ല. 45 മിനിറ്റ് ആണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അത് അംഗങ്ങളുടെ അവകാശത്തിൽ. പ്രളയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ക്ലബ്ബ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അംഗങ്ങൾ തന്നെയല്ലേ എന്ന് സ്പീക്കർ എഴുതി തന്ന ശേഷം എന്തിനാണ് ഈ ബഹളം എന്നും സ്പീക്കറുടെ ചോദ്യം. ആവശ്യമായ സീറ്റിലേക്ക് പോയാൽ അതിന്റെ സമയത്ത് അത് പരിഗണിക്കും. ആരോഗ്യവകുപ്പ് ഇതിനകം തയ്യാറാക്കിയതിനാൽ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചോദ്യം ക്ലബ്ബ് ചെയ്യാൻ എഴുതി നൽകിയ ആളുകൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. സർക്കാർ വകുപ്പുകളും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ആ നോട്ടീസ് നൽകിയ ആൾ ഇവിടെ നിൽക്കും. പോർട്ടലിൽ ഇതേ വിഷയമാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പദ്ധതികളിലേക്ക് ദയവായി സീറ്റ് പോയിരിക്കും. പിന്നീട് ചോദ്യോത്തരവും മുഖ്യമന്ത്രിയുടെ ആരോഗ്യവുമായി വിവാദങ്ങൾ. മേശപ്പുറത്ത് വെച്ചാൽ മതി. അല്ല സാർ, വായിക്കാം. ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരു കാര്യം, 1-ാം നമ്പർ ചോദ്യവുമായിട്ട് 4-ാം നമ്പർ ചോദ്യം ക്ലബ്ബ് ചെയ്യണമെന്ന് ശ്രീ റോജി എം ജോണാണ് എഴുതി നൽകിയത്. റോജി എം ജോണും അൻവർ സാദത്തും എഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് ചെയ്തത്. നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം, പ്രളയ ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കണ്ടേ? സഭയുടെ മെമ്പർമാരുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക. ആ അവകാശത്തെയാണ് മുഖ്യമന്ത്രി ലംഘിച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം മറുപടി പറയേണ്ടതാണ്. മറുപടി പറയുന്നതിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ആ കടലാസുകൾ മേശപ്പുറത്ത് വെക്കേണ്ടത്. തൽക്കാലം അതില്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ സഭയിലേക്ക് നേരിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ഒന്നിച്ച് മറുപടി പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും പ്രതിഷേധം പഠിപ്പിച്ചില്ല. ക്ലബ്ബ് ചെയ്യുന്നില്ല എന്ന് റോജി എം ജോൺ എഴുന്നേറ്റെന്ന് പറഞ്ഞോ? ആവശ്യം പിൻവലിച്ചു എന്ന് പറഞ്ഞോ? ക്ലബ്ബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ മനസ്സുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങ് പറയൂ. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ 2 തവണ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നു ആവശ്യപ്പെടാൻ. അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രി സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നാണ് ഇവിടെ. ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാണ്. അങ്ങനെ സമയം തന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം പ്രകടിപ്പിക്കേണ്ട സ്ഥലം നിയമസഭയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സർ, ചോദ്യോത്തര വേള എത്ര മണിക്കൂറാണ്? 9 മുതൽ 10 വരെയാണ്. 1 മണിക്കൂർ അംഗങ്ങളുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക. പിന്നീട് പൊടുന്നനെ ഭരണപക്ഷ MLA-ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം. പ്രതിഷേധിക്കാത്ത സതി ചെറിയാൻ MLA-യുടെ ചോദ്യവും മുഖ്യമന്ത്രി തന്നെ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് വലിയ ചോദ്യം. സജി ചെറിയാനെ കൊണ്ട് ചോദ്യം പോലും ചോദിപ്പിക്കത്തില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെങ്കിൽ അത് പറഞ്ഞാൽ മതി. സജി ചെറിയാനെ കൊണ്ട് ചോദ്യം പോലും ചോദിപ്പിക്കത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. 45 മിനിറ്റ് ആണ് സാർ. എവിടെയാണ് സാർ ഉള്ളത്? ചരിത്രത്തിലുണ്ടോ സാർ? പ്രതിപക്ഷ നേതാവിന് എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഒന്ന് പറയാമായിരുന്നില്ലേ എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. ഇവിടെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് അടിയന്തര പ്രമേയം എടുക്കണമെന്ന് പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
സർ, ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആദ്യമേ തന്നെ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഡയസിന് മുമ്പിൽ വന്ന് ബഹളം വെക്കുന്നതാണ് കണ്ടത്. സർ, യഥാർത്ഥത്തിൽ അതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഉദ്ദേശമെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്നത് പറയുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന് ആരും സാധാരണ വിലക്ക് ഏർപ്പെടുത്താറില്ല. അങ്ങാണെങ്കിൽ കൂടുതൽ സൗമനസ്യമായി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാറുമുണ്ട്. അപ്പോൾ ഒരു തടസ്സവും അദ്ദേഹത്തിന് സംസാരിക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. ചോദ്യോത്തരവേളയുടെ അവസാനമായപ്പോഴേക്കും സഭയിൽ ബഹളവും കലാശം കുട്ടി. പിന്നെ ഷാജിയും റോഷിയും ജയരാജും ഹൈബിയും അൻവർ സാദത്തുമൊക്കെ ഒറ്റ മുന്നണിയായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. PC ജോർജും O രാജഗോപാലും കറുപ്പിട്ടുകൊണ്ട് കസേരയിൽ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടേയിരുന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് ഇറച്ചു കയറാൻ അൻവർ സാദത്തിന്റെയും IC ബാലകൃഷ്ണന്റെയും കുതിപ്പ്. അസാധാരണ മെയ്വഴക്കത്തോടെ തടുത്തിട്ട് ഹൈബി ഇടനും KM ഷാജിയും. പ്രതിഷേധിക്കാനും തടയാനും പ്രതിപക്ഷം തന്നെ. ഈ നിലയിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. സഭാ നടപടി നിർത്തിവെക്കുന്നു. ഭരണപക്ഷക്കാർ ആക്രമിച്ചും തടുത്തു നിൽക്കുമ്പോൾ സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് സ്പീക്കറുടെ മടക്കം. ഇടവേളയിൽ പ്രതിപക്ഷ നേതാവുമായും ഭരണകക്ഷി നേതാക്കളുമായും സ്പീക്കർ ചർച്ച നടത്തി. ഒടുവിൽ ശബരിമല പ്രശ്നത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസുമായി വീണ്ടും സഭയുടെ തുടക്കം. കോൺഗ്രസ് പ്രധാനമായും ഊന്നിയ വിഷയങ്ങളിലൊന്ന് ശബരിമലയിലെ രാഷ്ട്രീയം തന്നെയായിരുന്നു. BJPയെ വളർത്തി കോൺഗ്രസിനെ തളർത്താനാണ് CPM ശ്രമിക്കുന്നതെന്ന് UDF. കോൺഗ്രസിനെ തളർത്തുക എന്നത് ലക്ഷ്യമാണെന്നും എന്നാൽ BJPയെ വളർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. BJP നേതാക്കളെ മഹത്വവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. അവർക്ക് നിങ്ങൾ തോരണം ചാർത്തുന്നു, നിങ്ങൾ അവരെ വലിയവരാക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി, UDFനെ ദുർബലപ്പെടുത്തി അവരെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. സർ, മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതല്ല. അഡ്ജസ്റ്റ്മെന്റ് പണ്ടുണ്ടായത് ബാബറി മസ്ജിദ് തറക്കുമ്പോൾ ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് അവിടെ ഇരുന്നിരുന്നില്ല. അത് ഓർമ്മയില്ലേ? അതാണ് അഡ്ജസ്റ്റ്മെന്റ്. ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഈ സർക്കാർ ഉണ്ടാവില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. സർ, എന്തോ ഒരു കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്, ഇതിന്റെ ഭാഗമല്ല. BJPയെ വളർത്തുന്നത് കോൺഗ്രസും CPMഉം ഒന്നുമല്ല, ജനങ്ങളാണെന്ന് സഭയിലെ ഏക BJP അംഗം O രാജഗോപാൽ. ഏതായാലും ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. രണ്ടു ഭാഗത്തും പരാതിയുണ്ട്. RSSനെയും BJPയും വളർത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് UDF, അതല്ല UDF ആണെന്ന് മാർക്സിസ്റ്റ്. വസ്തുത ഇത് രണ്ടുമല്ല വസ്തുത. ഈ രാജ്യത്ത് സാധാരണ ജനങ്ങളുണ്ട്. രണ്ടുപേരുടെയും മരണം കണ്ട് മടിത്തട്ടിൽ ആൾക്കാരെ വേറെ ഭാഗത്ത് വരുന്നു. ഇതാണ് രഹസ്യം. ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കും. ജനങ്ങളിലാണ് നമുക്ക് വിശ്വാസമുള്ളത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ശബരിമലയിലെ സർക്കാർ നിയന്ത്രണങ്ങളും അത് ഭക്തർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ഉയർത്തി കാണിക്കാനാണ് പിന്നെ പ്രതിപക്ഷം പ്രധാനമായും തയ്യാറായത്. ശബരിമലയെ കലാപഭൂമിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ശബരിമലയെ അയോധ്യയാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും നിരോധനാജ്ഞ പിൻവലിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇവിടെ സുപ്രീം കോടതി വിധി തങ്ങൾക്ക് ബാധകമല്ല, തങ്ങൾ നിയമം കയ്യിലെടുക്കും എന്ന് പ്രഖ്യാപിച്ചാൽ ഒരു സർക്കാരിന് നോക്കി നിൽക്കാനാവൂ? സർ, ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ അടുത്ത നാളിലുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങളുടെ അനുമതിയോടെയല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്. ആരുടെ അനുമതി? സുപ്രീം കോടതിയുടെ. ഇനി നിങ്ങളെ അനുമതിയും വേണ്ട അവിടെ ക്ഷേത്രം പണിയാൻ എന്ന് പരസ്യമായി പറയുന്ന സംഘപരിവാർ നേതാക്കൾ. സർ, അതല്ലേ നമ്മുടെ രാജ്യത്തുള്ള അവസ്ഥ? അത്തരമൊരു നിലയല്ലേ രാജ്യത്തുണ്ടാകുന്നത്? അതിന് തുല്യമായ അവസ്ഥ ഇവിടെ. ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി ബാധകമല്ല, നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. അങ്ങനെയൊരു സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാരിനാവുമോ? സർ, സർക്കാരിന് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ മാത്രമാണ് സർക്കാർ ഇക്കാര്യത്തിൽ
സ്വീകരിച്ചിട്ടുള്ളത്. പ്രസംഗത്തിലുടനീളം ഭക്തർക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പലവുരു ആവർത്തിച്ചു. ഭക്തരുടെ പേരിലെത്തുന്ന പ്രശ്നക്കാരെ നിയന്ത്രിക്കുക തന്നെ ചെയ്യും. നാമജപക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. അക്രമികൾ നാമജപം നടത്തിയാൽ അവർ അക്രമികൾ അല്ലാതാവുന്നില്ല എന്നും മുഖ്യമന്ത്രി. നിരോധനാജ്ഞ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും നവമാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ നിയന്ത്രിക്കാമെന്നും സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് നിർദ്ദേശം വന്നു. സർ, ഒരു അനിയന്ത്രിതമായ തരത്തിൽ കാര്യങ്ങൾ പോകുമെന്ന് കാണുമ്പോൾ അവിടെ സ്വാഭാവികമായി നടപ്പാക്കുന്ന ഒന്നാണല്ലോ നിരോധനാജ്ഞ. ഇപ്പോൾ അയോധ്യയിൽ നമ്മൾ കണ്ടില്ലേ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച നടപടി. ഏത് സ്ഥലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സർ, നവംബർ 5-നാണ് ചിത്തിരയാട്ടത്തിന് വേണ്ടി നട തുറന്നത്. ആ നട തുറന്ന സമയത്ത് സ്വാഭാവികമായും തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോവുകയാണ്. തീർത്ഥാടനത്തിനാണ് പോകുന്നതെന്ന വ്യാജേന ചില അക്രമികൾ അവിടെ എത്തിപ്പെട്ടു. അവർ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമിച്ചത്. ഭക്തരെ തടയാനുള്ള നടപടിയാണ് സ്വീകരിച്ചത്. സർ, നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടല്ലോ ഒരു അമ്മൂമ്മ പേരക്കുട്ടിയെ ചോറൂണിന് വേണ്ടി കൊണ്ടുവരുന്നു. ആ 50 വയസ്സ് കഴിഞ്ഞ ആ സ്ത്രീയെ അടക്കമല്ലേ ആ കൂടെയുള്ളവരെയും ഭീകരമായി മർദ്ദിച്ചത്. ഇത് ശബരിമല സന്നിധാനത്തിൽ വെച്ചാണല്ലോ നടക്കുന്നത്. ഭക്തജനങ്ങൾക്ക് സമാധാനപരമായി ശബരിമലയിലേക്ക് പോയി വരാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക, ഇതിനുവേണ്ടി സംഘർഷങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കരുതെന്ന് ആഗ്രഹിച്ചവർ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ പദ്ധതി. ശബരിമല നടപ്പന്തലിനെ സമര കേന്ദ്രമാക്കാനുള്ള നീക്കം തടയുന്നതിന്റെ ഭാഗമായിരുന്നു ചില നേതാക്കളുടെ അറസ്റ്റെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നാൽ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധങ്ങൾ. സർ, ഈ ഘട്ടത്തിൽ ഭക്തന്മാർക്ക് സന്നിധാനത്തിലെത്തുന്നതിനും സമാധാനപരമായി ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും സൗകര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. സർ, ചിത്തിരയാട്ടത്തിൻ്റെ ഘട്ടത്തിലുണ്ടായ ഒരു അനുഭവം നമുക്കുണ്ട്. അതുപോലുള്ള ആചാര ലംഘനങ്ങൾ, അതേപോലെ ഭക്തരെ തടയൽ, അത്തരം നടപടികൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും അവിടെ പരിശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതെന്താണ്? ശബരിമലയുടെ സ്ഥിതിയിൽ കടുത്ത വിയോജിപ്പാണ് ഹൈക്കോടതി ഇന്നലെ പ്രകടിപ്പിച്ചത്. സാർ, എന്തിനു വേണ്ടിയാണ് ഈ 3-അംഗ സമിതിയെ അവിടെ വെച്ചത്? അവിടെ ഒന്നും നടക്കുന്നില്ല, തിരിഞ്ഞു നോക്കാൻ ആളില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ല, മെമ്പറില്ല, കമ്മീഷണറില്ല, ചീഫ് എഞ്ചിനീയർ ഇല്ല, ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് 3-അംഗ സമിതിയെ ഹൈക്കോടതി തന്നെ നിയമിച്ചിരിക്കുകയാണ്. 2 ഹൈക്കോടതി ജഡ്ജിയെയും അതുപോലെ തന്നെ അവിടെ നേരത്തെ ചുമതലയുണ്ടായിരുന്ന DGP ഹേമേന്ദ്രനെ നിയമിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? അവിടെ എല്ലാം സുഖമായി നടക്കുന്നത് കൊണ്ടാണ്. സാർ, മറ്റൊരു കാര്യം, കോടതി പറഞ്ഞെന്താ? സാർ, കോടതി പറഞ്ഞ സർ, ശബരിമല അതിൻ്റെ ഹൃദയസ്ഥാനം ആ നടപ്പന്തലാണ്. ആ നടപ്പന്തൽ കൈപ്പിടിയിൽ ഒതുക്കുക, തങ്ങളുടെ നിയന്ത്രണത്തിൽ ശബരിമലയെ കൊണ്ടുവരിക, ഇതായിരുന്നു ഈ വിഭാഗം ആഗ്രഹിച്ചത്. അത് നടപ്പാക്കാനാണ് അവർ ശ്രമിച്ചത്. സർ, സ്വാഭാവികമായും ആ ആസൂത്രണത്തെ ഫലപ്രദമായി തടയേണ്ടതുണ്ട്. അത് പോലീസിൻ്റെ ചുമതല തന്നെയാണ്. ആ ചുമതല നിറവേറ്റുന്ന നില പോലീസ് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഭക്തന്മാർക്ക് ഉത്സവകാലത്ത് സൗകര്യപ്രദമായി അവിടെ എത്തിച്ചേരാനാവണം. കോടതി പിന്നെ പറഞ്ഞതെന്താ? നാമജപമാകാം. അവിടെ ശരണം വിളിച്ചുകൊണ്ടല്ലേ ആളുകൾക്ക് പോകാൻ പറ്റൂ. നാമജപം നടത്തുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണ് സാർ. ആകാം. കോടതി അത് പറയേണ്ട സ്ഥിതിവിശേഷം വന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും വിരിവയ്ക്കാം. എന്താണ് സംഭവിച്ചത്? എല്ലാവരെയും അടിച്ചോടിക്കുകയായിരുന്നു ചെയ്തത്. വെള്ളം ഒഴിച്ച് എല്ലാ ആളുകളെയും അടിച്ചോടിക്കുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ടല്ലേ സാർ? അതുപോലെ തന്നെ
പോലീസ് ഭക്തരോട് ഇടപെടുന്ന രീതിയിൽ മാറ്റമുണ്ടാകണം. അതെല്ലാം ഭംഗിയായി നടക്കുന്നുവെങ്കിൽ അത് പറയുമായിരുന്നു. സാർ, ഹൈക്കോടതി പറഞ്ഞതാ. ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ള കാര്യം, ഇത് വിശ്വാസികൾക്കെതിരെയുള്ളതല്ല. വിശ്വാസികളെ സംരക്ഷിക്കാൻ വിശ്വാസികളുടെ കൂടെ നിന്നുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഗൂഢമായ രാഷ്ട്രീയ പദ്ധതികളും മതപരമായ ഭിന്നതകളും സൃഷ്ടിക്കാനുള്ള പദ്ധതിക്കാരുണ്ട്. അത്തരം ആളുകളെ ഭക്തരായവർക്കൂടെ പോകാം. ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സാർ, അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഭക്തർക്ക് ഭക്ഷണം കൊടുക്കണം, ഭക്തർക്ക് വെള്ളം കൊടുക്കണം, ഭക്തർക്ക് ടോയ്ലറ്റ് കൊടുക്കണം. ഇതൊന്നും അവിടെ ഇല്ല സാർ. എത്ര കാലമായി അതുപോലെ തന്നെ അവരുടെ താമസിക്കാൻ മുഴുവൻ സ്ഥലങ്ങളും പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ശബരിമലയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് സാർ. അതുപോലെ അതിനുള്ള അതൃപ്തി കോടതിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതിന്, നിരീക്ഷിക്കുന്നതിന് ശബരിമലയുടെ ചരിത്രത്തിലാദ്യമായി ഒരു നിരീക്ഷണ സമിതിയെ നിയമിച്ചത്, ഉന്നതാധികാര സമിതിയെ. ഈ ഗവൺമെന്റിന്റെ കഴിവുകടല്ലേ സാർ? ശബരിമലയിൽ തീർത്ഥാടക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന്റെ വീഴ്ചകൾ കൃത്യമായി ഉയർത്തി കാണിക്കാൻ ചർച്ചയിൽ പ്രതിപക്ഷത്തിനായി. പക്ഷേ സമാധാനപരമായ തീർത്ഥാടന കാലം ആണ് ഇത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തോട് മുഖ്യമന്ത്രി തീർത്തും മുഖം തിരിച്ചു. ഇപ്പോ ഏറ്റവും സമാധാനപരമായി ശബരിമലയിൽ ഭക്തർക്ക് പോകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സർ, സംഘർഷങ്ങൾ സൃഷ്ടിച്ചും ശബരിമലയിൽ കാണിക്ക പോലും നൽകരുത് എന്ന് പ്രചരണം നടത്തുന്നവരാണ് ശബരിമല തകർക്കാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്ന് കാണണം. ഇവിടെ ആള് പോകാൻ പാടില്ല, നിങ്ങൾ കാണിക്കയിടാൻ പാടില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന നില ചിലർ സ്വീകരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ച് ഭക്തർക്ക് ആത്മവിശ്വാസത്തോടെ വരാവുന്ന സാഹചര്യം സൃഷ്ടിക്കാനാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിനാണ് പോലീസ് ഇടപെടൽ വഴിവെച്ചിട്ടുള്ളത്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും വാക്കൌട്ട് വേണ്ടെന്ന് വെച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഒഴിവാക്കി ഇന്നത്തെ സഭാ നടപടികൾ അവസാനിപ്പിച്ചു. പ്രളയാനന്തരം ചേരുന്ന സമ്പൂർണ്ണ സമ്മേളനം ചർച്ച ചെയ്യാൻ ദുരിതാശ്വാസവും നവകേരളവും അടക്കം ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ കേവലം രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നാടകങ്ങൾ മാത്രമായിരുന്നു ആദ്യ ദിനം. തികച്ചും നിരാശാജനകം എന്ന് പറയാതെ വയ്യ.